ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത SDPIയുടെ വിവിധ ഇടങ്ങളിലുള്ള കേരളത്തിലെ ഓഫീസുകളിൽ കേന്ദ്രസേനയുടെ സഹായത്തോടെ ഇഡി റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ്. അതിലേറ്റവും പ്രധാനം SDPIയുടെ ശക്തി കേന്ദ്രമായ മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലാ ഓഫീസിൽ കഴിഞ്ഞ കുറേയധികം സമയമായി തന്നെ ഇഡി ഉദ്യോഗസ്ഥന്മാർ തമ്പടിച്ച രേഖകൾ പരിശോധിക്കുകയാണ്. ഇവിടെ നിന്നും രേഖകളും മറ്റും കണ്ടെടുത്തതായ ചില വാർത്തകളുമുണ്ട്. കേരളത്തിലെ സംസ്ഥാന പോലീസിനെ അറിയിക്കാതെ ചെന്നൈയിൽ നിന്നുള്ള ഇഡി സംഘവും ഒപ്പം കേന്ദ്രസേനയുമായിട്ടാണ് എത്തി ഈ ഓഫീസുകൾ റെയ്ഡ് നടത്തുന്നത്. ഏതൊക്കെ ഓഫീസുകൾ, ഏതായാലും മലപ്പുറം ജില്ലയിലെ ജില്ലാ ഓഫീസർ റെയ്ഡ് ചെയ്യുന്ന വിവരം ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. കേരളത്തിൽ മറ്റ് ഏതൊക്കെ ഓഫീസുകളിലാണ്, ഏതൊക്കെ വീടുകളിലാണ് റെയ്ഡ് എന്നുള്ള വിവരത്തിനായി കാത്തിരിക്കുന്നത്. ഏതായാലും വലിയ വാർത്ത തന്നെ എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം അവരുടെ ദേശീയ അധ്യക്ഷൻ, ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ തൂക്കി അകത്തിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിന് സമാനമായ രീതിയിൽ SDPIയെ നിരോധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത്തരത്തിലൊരു ചർച്ചയാണ് രാജ്യവ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു നിരോധനത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ റെയ്ഡ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഏതായാലും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.